ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വർഷയുടെ അച്ഛനെയും അമ്മേനെയാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ കുറെ ദേഷ്യപ്പെട്ടു. എന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അതുമല്ല എന്റെ മകനെ മര്യാദയ്ക്ക് വളർത്താൻ എനിക്കറിയാം. നിങ്ങളുടെ മകളെ ആദ്യം നിങ്ങൾ മര്യാദയ്ക്ക് വളർത്ത്. നിങ്ങളുടെ മകളോട് നിങ്ങൾ ആദ്യം പറ, അത് കഴിഞ്ഞിട്ട് മതി എൻ്റെ മകനോടുള്ള ഉപദേശം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രവീന്ദ്രൻ അങ്ങ് പോയത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയുടെ അമ്മ നിന്നങ്ങോട്ട് തുള്ളുക. അപ്പം നമ്മുടെ വർഷയുടെ അച്ഛൻ പറഞ്ഞു, സാരമില്ല, എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനെന്ത് പരിഹാരം ഉണ്ടാക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആരാണെന്നേ അയാൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് നമ്മുടെ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ശ്രീകാന്ത് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രൻ വന്നിട്ട്, അതെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അച്ഛൻ എന്നോട് കാര്യം പറയാനുള്ളത്? അല്ല നീ റെസ്റ്റോറൻറ്റിലേക്ക് പോകണോ? അതെ ഞാൻ അങ്ങോട്ടേക്ക് പോവാ. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. അല്ല നീ ഒരു സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന കാര്യം പറഞ്ഞിട്ട്? അത് പിന്നെ കുറച്ച് കഴിയട്ടെ അച്ഛാ, ഇപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാ. അല്ല നിനക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്ന അച്ഛാ. അതെ എനിക്ക് നിന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം. നീ ഒരു കുഴപ്പത്തിലും അങ്ങനെ ചെന്ന് ചാടത്തൊന്നുമില്ല മോനെ. പക്ഷേ ഞാനങ്ങ് ചോദിച്ചതാ. പിന്നെ ഈ വീട്ടിൽ 1008 പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഒന്നെങ്കിൽ ശ്രുതി കാരണമായിരിക്കും, അല്ലെങ്കിൽ സച്ചി കാരണമായിരിക്കും. നീ കാരണം ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല നീ. എന്താ ചാച്ചൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് പിന്നെ മധുസൂദനെ നിനക്കറിയോ? ഏത് മധുസൂദനൻ? എനിക്കറിയില്ല. അല്ല എനിക്ക് പെൻഷൻ തരാതെ തടഞ്ഞു വെച്ച ഒരു ഓഫീസർ മധുസൂദനൻ, ഇപ്പം കോർട്ടിൽ കേസ് പറഞ്ഞ് ഞാൻ തോൽപ്പിച്ച ആള്, അയാളും ഞാൻ തമ്മിലുള്ള പ്രശ്നം നിനക്കറിയാലോ അല്ലേ? അറിയാച്ച. അന്ന് ആ റിട്ടയർഡന്റെ ഫംഗ്ഷനിൽ നീയും ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാം നിനക്ക് വ്യക്തമായിട്ട് അറിയായിരിക്കും. ആ മധുസൂദന്റെ മകളെ നിനക്കറിയോ? അച്ഛാ അത് പിന്നെ അത് അപ്പം നിനക്ക് അറിയുമല്ലേ മോനെ? അത് പിന്നെ അറിയാം അച്ഛാ, അവളെന്റെ ഫ്രണ്ടാ. അയാളുടെ മകൾ നിന്റെ ഫ്രണ്ടാണെന്ന് ഇത്രയും കാലമായിട്ട് മോൻ എന്താ എന്നോട് പറയാതിരുന്നത്? അത് പിന്നെ അച്ഛാ വർഷയും ഞാനും അടുത്ത കാലത്താ പരിചയപ്പെട്ടത്. അതുമല്ല മധുസൂദനൻ എന്ന് പറയുന്ന അയാളുടെ മകളാണെന്ന് ഞാൻ അറിഞ്ഞിട്ട് 2-3 ദിവസം ആയതേ ഉള്ളൂ. ഓ അങ്ങനെയല്ലേ? അയാള് അത്ര നല്ല ആളല്ല മോനെ. എനിക്ക് പെൻഷൻ തരാതെ തടഞ്ഞു വെച്ചതും അതുപോലെ പല കാര്യങ്ങളും നമ്മളോട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് പല പല ഇതും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം കാരണക്കാരൻ അയാളാ. അതിന് ഞാനിപ്പോൾ എന്താ വെച്ചാൽ ചെയ്യേണ്ടത്? വർഷ നല്ല ആള് തന്നെയാ. അന്ന് സച്ചേട്ടനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കാൻ സഹായിച്ചത് അവളാ. അല്ല അതിനൊരു നന്ദി പറഞ്ഞാൽ പോരെ? നമ്മള് അതിനപ്പുറം ഒരു ബന്ധം തേടി പോണോ? വേണ്ടല്ലോ. അല്ലച്ചാ അവൾ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ് അച്ഛാ. ഫ്രണ്ടൊക്കെ ആയിരിക്കാം. ഈ മധുസൂദനെ എനിക്ക് നന്നായിട്ട് അറിയാം മോനെ. ഇനി ഇത് തുടർന്നു കഴിഞ്ഞാലേ അയാള് ചിലപ്പം അത് വേറെ രീതിയിലൊക്കെ കൈകാര്യം ചെയ്യും. അത് വേറെ ലെവലിൽ പോകും. അത് വലിയ വിഷയമാകും. കുറ്റം മോന്റെ തലയിൽ മാത്രമായിട്ട് വരും. നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യണം. ആ കൂട്ടുകെട്ട് ഇനി വേണ്ട. എന്തിനാ വെറുതെ നമ്മുടെ സമാധാനം നമ്മളായിട്ട് കളയുന്നത്? ആ കൂട്ടുകെട്ട് അങ്ങ് വിട്ടേരെ. അവളുമായിട്ടോ ആ കുടുംബമായിട്ടോ ഒന്നും നമുക്കൊരു ബന്ധം വേണ്ട. ആ ബന്ധം കൂടാൻ കൊള്ളില്ല മോനെ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിന് എന്തോ പോലെയായി. എന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു, അതെ ആ കുട്ടീനെ ഇനി കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അത് പിന്നെ അച്ഛാ ഞാൻ പറഞ്ഞല്ലോ അവൾ എൻ്റെ ഫ്രണ്ട് മാത്രമാണെന്ന്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മോന് മനസ്സിലായെന്ന് തോന്നുന്നു. നീ മനസ്സിലാക്കാൻ പ്രാപ്തിയും പ്രായമൊക്കെ ഉള്ളൊരു ആണ് തന്നെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ഇത് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, നിനക്ക് അച്ഛൻ്റെ വാക്കുകൾ നിഷേധിക്കണമെങ്കിൽ നിഷേധിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് അകത്ത് കയറി പോവുകയാണ് കേട്ടോ. ഏതായാലും ശ്രീകാന്ത് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റില്ലാത്തൊരു രീതിയിലാണ് നിൽക്കുന്നത്. വർഷ ഒരു സൈഡില്, ഇപ്പൊ രവീന്ദ്രൻ ഒരു സൈഡില്, മറു സൈഡിൽ വർഷയുടെ അച്ഛനും അമ്മയും. അത് കഴിയുമ്പോഴത്തേക്കും രവീന്ദ്രൻ കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, അതെ ശ്രീകാന്തെ ഈ വിഷയം സച്ചി അറിയേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ സച്ചി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് നമ്മൾ രണ്ടും തമ്മിൽ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രന്റെ അകത്തേക്ക് കയറി പോയത്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രനെയാണ്. ചന്ദ്ര ഇങ്ങനെ ടേബിളൊക്കെ തൂത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്നിട്ട്, ഇന്ന് കാക്ക മലന്ന് പറക്കും. എന്താ കാക്കയ്ക്ക് ഇന്ന് നേരെ പറക്കാൻ പറ്റില്ല, ഇന്ന് മലർന്ന് പറക്കുന്ന കാക്ക പറഞ്ഞു? അല്ല ഇന്ന് നേരത്തെ എണീറ്റതുകൊണ്ട് പറഞ്ഞു പോയതാ. നേരത്തെ എണീക്കുന്നു, പണി ചെയ്യുന്നു. പിന്നെ നേരത്തെ എണീക്കാതെ ഇവിടുത്തെ ജോലിയൊക്കെ നിങ്ങൾ ചെയ്യുവോ? രേവതി അവളുടെ വീട്ടിൽ പോയി താമസിക്കല്ലേ. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ ജോലിയൊക്കെ ഞാൻ ചെയ്യേണ്ട അവസ്ഥയാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്കും പതുക്കെ നമ്മുടെ അല്ല സച്ചിനെ കണ്ടില്ലല്ലോ, സച്ചി വിളിക്കുകയൊന്നും ചെയ്തില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും,
ഓഹോഹോ, സച്ചിനെ കണ്ടില്ലല്ലോന്നോ? അതെന്താ ചന്ദ്രൻ നീ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? ഇതുവരെ നീ സച്ചി വന്നിട്ടുണ്ടോ, സച്ചി എവിടെയാണെന്നോ, സച്ചി ഉണ്ടോ, ഉറങ്ങിയോ, ഇതൊന്നും ചോദിച്ചിട്ടില്ല. നിന്റെ മകനോടുള്ള സ്നേഹം ഇത്ര പെട്ടെന്ന് എവിടെന്നാ ചന്ദ്രൻ നിനക്ക് പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. ദേ, ആടിമാസത്തില് രണ്ടുപേര് രണ്ട് സ്ഥലത്ത് നിൽക്കേണ്ടതാ. ഇപ്പം ദേ അവൻ പോയേക്കുക അവളുടെ വീട്ടിലേക്ക്. എന്നിട്ട് രാവിലെ ആയിട്ടും ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. നാട്ടുകാരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കും അറിയാമോ? നാട്ടുകാരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കാനാ? നീ തന്നെ അല്ലേടി രേവതിനെ ആ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. രാത്രി 1 മണിക്ക് ആ ലക്ഷ്മീനെ വിളിച്ചിട്ട് രാവിലെ വരാനും പറഞ്ഞു. രാവിലെ വന്ന് നമ്മുടെ ലക്ഷ്മി രേവതിനെ കൂട്ടിക്കൊണ്ടും പോയി. അതിന്റെ പുറകെ സച്ചി പോയി. ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താക്കന്മാർക്ക് ചിലപ്പോൾ ഭാര്യനെ കാണാതിരിക്കാൻ പറ്റിയില്ലെന്നൊക്കെ വരുമായിരിക്കും. അതൊക്കെ സ്വാഭാവികമല്ല ചന്ദ്രേ, അതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അപ്പൊ ചിലപ്പോൾ പോയതായിരിക്കും. അതങ്ങ് വിട്ടേരെന്ന് പറയുമ്പോൾ അതങ്ങ് വിടാനൊന്നും പറ്റത്തില്ല. അതങ്ങനെ വിട്ട് കളയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. സച്ചി ഇപ്പൊ ഇവിടെ എത്തണം. അവനെ രേവതിയുടെ കൂടെ അല്ല കഴിയേണ്ടത്, ഇപ്പൊ അവന് ഒറ്റയ്ക്കാ കഴിയേണ്ടത്. കർക്കിടക മാസത്തിൽ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഞാൻ ഏത് നേരം നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞങ്ങോട്ട് എല്ലാം എടുത്തിടാൻ തുടങ്ങി നമ്മുടെ ചന്ദ്ര. ഈ സമയം നമ്മുടെ സച്ചി മുറ്റത്ത് വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ രവീന്ദ്രൻ പറഞ്ഞു, നീ പേടിക്കണ്ട, ദാ വന്നല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, പൂ കെട്ടുന്നവളെ വിളിച്ചേ വിരട്ടിയത് നന്നായി, പേടിച്ച് അവളെ ഇങ്ങോട്ട് ഇവനെ പറഞ്ഞു വിട്ടത് ഇതിൽ നന്നായി. അപ്പം നമ്മുടെ സച്ചു ഓടി ഇങ്ങനെ വന്നിട്ട്, അച്ഛാ എന്താ അച്ഛാ വിശേഷം? അല്ല എന്താ നീ അവിടെ നിൽക്കുന്നത്, കയറി ഇങ്ങ് വാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആരാടാ വന്നത് നിന്റെ കൂടെ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെന്നേ, കയറി വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു. വന്നതും ആരാ? നമ്മുടെ രേവതി. ചന്ദ്ര ഒരു ഒറ്റ ഞെട്ടായിരുന്നില്ലേ? നമ്മുടെ രേവതി ബാഗൊക്കെ തൂക്കി പിടിച്ച് വന്നിങ്ങനെ തിണ്ണയിൽ നിൽക്കുക. രവീന്ദ്രൻ ഞെട്ടിപ്പോയിട്ടോ. രവീന്ദ്രൻ ഒട്ടും പ്രതീക്ഷിച്ചു. പക്ഷെ രവീന്ദ്രൻ ചിരിയാ വരുന്നത്. രവീന്ദ്രൻ ചിരിക്കുക നിന്ന് മോളോ എന്ന് ചോദിച്ചുകൊണ്ട് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അകത്തേക്ക് കയറാതെ അവിടെ നിന്നപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, രേവതി നീ എന്താ അവിടെ നിൽക്കുന്നത്, നീ ഇങ്ങോട്ട് കയറി വാ രേവതി എന്ന് പറഞ്ഞു. അതായത് രേവതിയുടെയും സച്ചിയുടെയും നമ്മുടെ രവീന്ദ്രന്റെയും മുഖത്ത് വളരെ സന്തോഷമാണ്. പക്ഷേ കടന്നല് കുത്തിയതുപോലെ നിൽക്കുകയാണ് ചന്ദ്ര. വേറെ എന്ത് ചെയ്യാനാ ചന്ദ്രയ്ക്ക് പറ്റുന്നത്? അങ്ങനെ പെട്ടെന്ന് ചന്ദ്ര ചോദിച്ചു, നീ എന്താ ഇവിടെ? അച്ഛാ, അമ്മ എന്താ ഈ പറയുന്നത്? അമ്മ ആദ്യമായിട്ട് വീട്ടിൽ വരുന്നവരോട് ചോദിക്കുന്ന പോലെ നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, മോളെ നീ അവിടെ നിൽക്കുന്നത് എന്തിനാ, മോൾ ഇങ്ങോട്ട് കയറി വന്നേ എന്നിങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കയറി വന്നു. രേവതി കയറി വന്ന ഉടനെ തന്നെ രേവതി പറഞ്ഞു, അച്ഛന് സുഖമാണോ അച്ഛാ? അമ്മയ്ക്ക് സുഖമാണോ? എന്തൊക്കെ ഇവിടെ നടക്കണത്? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. അതെ, ഇവിടെ ആരും നടക്കുന്നില്ല, ഇവിടെ എല്ലാവരും നിൽക്കുന്നതേ ഉള്ളൂ. എന്താടാ നീ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഓർക്കില്ല, ഞാൻ വേറെ ഏതോ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. ഇതേ എൻ്റെ ഭാര്യ, അതാ അമ്മയ്ക്ക് അറിയില്ലേ? ഈ ഒരു മാസത്തേക്ക് അവൾ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? എന്തുകൊണ്ട് വന്നൂടാ? ഇവിടെ 144 വല്ലതും പ്രഖ്യാപിച്ചോ? രവിയേട്ട ഇവൻ എന്താ ഈ പറയുന്നത്? ഇവൻ എന്താ ഈ കാണിച്ചിരിക്കുന്നത്? എടി എന്താടി കുന്തം മിഴിയ പോലെ നിൽക്കുന്നത്? നീ എന്തിനാടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഈ ഒരു മാസം കഴിഞ്ഞേ നീ ഈ വീട്ടിലേക്ക് വരാവുള്ളൂ. എന്തിനാ നീ ഇപ്പൊ വന്നത്? മര്യാദയ്ക്ക് ഇറങ്ങി പോടിയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രേവതി സച്ചി പറഞ്ഞു, ഇപ്പൊ അമ്മയ്ക്ക് എന്താ പ്രശ്നം? അവൾ വന്നതുകൊണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അതിന് ഇവളെ കൂട്ടിക്കൊണ്ട് വരാൻ ആടിമാസം കഴിഞ്ഞില്ലല്ലോ. ആടിമാസം കഴിയാത്തതേ ഞങ്ങളുടെ കുറ്റമല്ല. നീ തെറ്റിച്ചു സച്ചി. നീ ആടിമാസം കഴിയാതെ ഇവളെ കൂട്ടിക്കൊണ്ട് വരാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു ഒരൊറ്റ തള്ളിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതിയുടെ മേത്തേക്കായി പോയിട്ടോ. രേവതിനെ കയറി ഇങ്ങനെ പിടിച്ചു. രണ്ടുപേരും കൂടെ പരസ്പരം കണ്ണി നോക്കി നിൽക്കാം. ചന്ദ്ര ചെയ്യുന്ന എല്ലാം സത്യം പറഞ്ഞിട്ടുണ്ട് അബദ്ധങ്ങളാ. കാരണം ചന്ദ്ര എന്ത് ഉദ്ദേശിക്കുന്നു അതിന് നേരെ വിപരീതമായിട്ടാണ് നടക്കുന്നത്. എന്റെ അമ്മ എനിക്ക് മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനാണോ നീ രേവതിനെ കൂട്ടിക്കൊണ്ട് വന്നത്? അത് മാത്രമല്ല അച്ഛാ, ഇവളുടെ അമ്മ പൂക്കടയിൽ പോകും, അനിയനും അനിയത്തിയും കോളേജിലും പോകും, വീട്ടില് ഇവള് തനിച്ചേ ഉള്ളൂ. അതുകൊണ്ടാ അച്ഛാ ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇവക്കെന്താ തനിച്ച് നിൽക്കാൻ പറ്റത്തില്ല? ഇവളെന്താ LKG പഠിക്കുന്ന കുട്ടി വല്ലോ ആണോ? കല്യാണം കഴിയുന്നത് വരെയേ ഇവൾ ആ വീട്ടിൽ തനിച്ചല്ലായിരുന്നോ? ഇപ്പൊ എന്താ പിന്നെ പ്രശ്നം ഇരിക്കുന്നത്? തനിച്ചാണ് പോലും. ഓരോ കാരണം കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവരുന്നു. എടി നിനക്ക് നാണമില്ലേടി? ഇവൻ വിളിക്കേണ്ട താമസം ഭാഗ്യം തൂക്കി പുറകെ വരാനായിട്ട്. ലജ്ജ തോന്നുന്നു എനിക്ക്, ലജ്ജ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അമ്മേ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതാ. സച്ചിയേട്ടൻ നിർബന്ധിച്ചപ്പം നീ കിടക്കാൻ പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോരുവാണോ ചെയ്യണത്? അപ്പൊ സച്ചു പറഞ്ഞു, രേവതി നമ്മുടെ വീട്, നമ്മൾ ഇഷ്ടമുള്ളപ്പം വരും പോകും, അമ്മ എവിടെ കിടന്ന് ചലക്കട്ടെ. അതെ, സമ്പ്രദായം എന്നൊന്നുണ്ട്. ആ സാമ്പ്രാണി ഉണ്ടല്ലോ, അമ്മ കത്തിച്ചങ്ങ് പുകച്ചോ, വേണമെങ്കിലേ 2 എണ്ണം മൂക്കിലും കൂടെ വെച്ചോ. അച്ഛമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മ പോയിട്ടില്ലെന്ന് ഈ ആടിമാസത്തില്. എന്താ അമ്മയ്ക്ക് ആടിമാസം ഇല്ലേ? അത് പിന്നെ മുമ്പത്തെ കാര്യം. അതെന്തിനാ നീ ഇപ്പൊ പറയുന്നത്? നീ ഇപ്പം ഇവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വാ. അമ്മയെ ഞാൻ പറഞ്ഞു അത് നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ രേവതി ഇവിടെ നിൽക്കട്ടെ. രേവതി ഇവിടെ നിന്നെന്നും പറഞ്ഞുകൊണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ശ്രുതി ഇവിടെ ഉണ്ടല്ലോ. ശ്രുതി ഇവിടെ നിന്നിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ എന്താ പ്രശ്നം? പിന്നെ രേവതി ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്താ നിനക്ക് പ്രശ്നം?
എന്താ നിങ്ങൾ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? ഓ, ഇതെല്ലാം ഞാൻ പറയണോ? ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ച പ്രശ്നമാ രവിയേട്ടാ, പ്രശ്നം. അതും കൊണ്ടല്ലേ ഞാൻ പറയുന്നത്. ഷോ, എന്താ ചന്ദ്ര, എന്ത് പ്രശ്നം ഉണ്ടാകുന്നത്? അത് അത് പിന്നെ ആടിമാസം അല്ലേ രവിയേട്ടാ? അതൊക്കെ ഇപ്പൊ ഞാൻ വിശദീകരിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഈ ഒരു മാസം ഇവർ പിരിഞ്ഞു നിന്നേ പറ്റൂ. ഇവരെ പിരിയിപ്പിക്കണം. പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ് 10 മാസമായ കുഞ്ഞു പിറക്കും. ഇപ്പൊ അങ്ങനെയല്ല. കുഞ്ഞെപ്പ വേണമെന്ന് ഭാര്യയും ഭർത്താവുക തീരുമാനിക്കുന്നത്. അവർക്കൊരു ഫാമിലി പ്ലാനിങ് ഒക്കെ ഉണ്ടേ. പണ്ടത്തെ പോലെ അല്ല ഇപ്പം. അവർക്ക് എന്ത് വേണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നീ കൂടുതൽ പറഞ്ഞു കൊടുക്കണ്ട. നീ നിന്റെ കാര്യം നോക്കി പോ ചന്ദ്രേ. വെറുതെ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പിള്ളേരുടെ മനസ്സ് വിഷമിക്കുന്നു. മോളകത്തേക്ക് ചെന്നേ. സച്ചി, നീ അകത്തേക്ക് ചെയ്യും. അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു, ആ എടി വാ രേവതി, അമ്മ ആടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആടിക്കൊണ്ടേ ഇരിക്കും. നമുക്ക് ഈ ആട്ടം കാണാനൊന്നും സമയമില്ല. വാ രേവതി എന്ന് പറഞ്ഞ് രേവതിനെ പിടിച്ചോണ്ട് നമ്മുടെ സച്ചി അകത്തേക്ക് കയറി പോയിട്ടോ. ചന്ദ്ര ഇങ്ങനെ രേവതിനെ തന്നെ തുറിച്ചു നോക്കാണ് കേട്ടോ. നമ്മുടെ രേവതിയും തിരിച്ച് തുറിച്ചൊക്കെ നോക്കുന്നുണ്ട്. രേവതിയും വിട്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവർ പോയപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, രവിയേട്ടാ എന്ന് വിളിച്ചതും രവീന്ദ്രൻ അവിടെ നിന്ന് മുങ്ങി. ഏതായാലും രവീന്ദ്രൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ചന്ദ്ര തന്നെ ഉള്ളു. ശോ, ഇനി എന്ത് ചെയ്യും എൻ്റെ ഈശ്വര, ഞാൻ എന്തുവരെ കൊണ്ടെത്തിച്ച് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അവിടെ നിൽക്കുക. ശേഷം നമ്മുടെ രേവതിനെ സച്ചിനാട്ടോ കാണിക്കുന്നത്. രേവതി റൂമിനകത്ത് ചെന്നു. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, കേട്ടില്ലേ അമ്മ പറഞ്ഞത്? ഇങ്ങനെയൊക്കെ പറയുന്ന അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. എന്നിട്ട് കേക്കണ്ടേ, പിടിച്ചു വലിച്ചെന്നെ കൂട്ടിക്കൊണ്ട് വന്നു. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ അമ്മയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടപ്പോഴത്തേക്കും സച്ചിയേട്ടന് തൃപ്തിയായല്ലോ എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, അത് പിന്നെ രേവതി, ഞാൻ നിന്നെ എന്തിനാ ഇങ്ങോട്ട് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നത് നിനക്കറിയാമോ? അറിയാം. നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാനല്ലേ? നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാനല്ലേ? അതാണോ നീ ഓർത്തത്? അതൊന്നും അല്ല രേവതി. ഗജാനന്ദനെ ഞാൻ അടിച്ചോടിച്ചില്ലേ? ഞാനില്ലാത്ത തക്കം നോക്കി അവൻ വീണ്ടും വീട്ടിൽ വരാൻ ചാൻസ് ഉണ്ട്. നിന്നെ ഉപദ്രവിക്കും. അങ്ങനെ നിന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷമാവില്ലേ? എന്നോടുള്ള ദേഷ്യം അവൻ നിന്നോട് തീർക്കും. അതെനിക്ക് സഹിക്കില്ല. നിന്നെ അവിടെ നിർത്തി മനസ്സമാധാനമായിട്ട് ഞാൻ ഇവിടെ എങ്ങനെ കഴിയും രേവതി? നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ എൻ്റെ അടുത്ത് തന്നെ വേണം. എപ്പോഴും നീ എൻ്റെ അടുത്ത് വേണം. ഇവിടെ ആകുമ്പം എന്നെ പേടിച്ച് അവൻ ഈ പരിസരത്തേക്കേ വരില്ല എന്ന് പറഞ്ഞു. അല്ല, അപ്പം അവൻ വീണ്ടും വീട്ടിൽ പോവോ? അമ്മയും ശരത്തിനെയും ദേവുവിനെയൊക്കെ ഉപദ്രവിക്കുവോ? നീ വീട്ടിലില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ ഗജാനന്ദൻ അവിടെ പോകാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ പോയാൽ തന്നെ ആ നിമിഷം എനിക്ക് വിവരങ്ങൾ കിട്ടും. പിന്നെ ഞാൻ വാച്ച് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു പ്രതാപേട്ടനില്ലേ, എല്ലാ വിവരവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്പറും കൊടുത്തിട്ടുണ്ട്. ആ നിമിഷം എന്നെ വിളിച്ചോളും. ഇനി നിന്നെയോ നിന്റെ വീട്ടുകാരെ ഉപദ്രവിക്കാനോ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അവൻ്റെ കഥ ഞാൻ കഴിക്കും. പിന്നെ ഞാൻ ജയിലിൽ പോയാലും കുഴപ്പമില്ല, അവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊന്നും വേണ്ട സച്ചേട്ടാ, എങ്കിൽ പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. രേവതിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മുടെ സച്ചി ഇതൊക്കെ പറയുമ്പോഴത്തേക്കും. പിന്നെ നമ്മുടെ രവീന്ദ്രന്റെ, അതായത് സച്ചിയുടെ രവീന്ദ്രന്റെ ഒക്കെ വീട്ടിലേക്ക് കുറച്ച് 2 പേരെ കുറെ പാഴ്സലൊക്കെ ആയിട്ട് വരിക സാറെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്കും വാ കയറി വാ, ഇങ്ങോട്ടേക്ക് വെക്കാൻ പറഞ്ഞു രവീന്ദ്രൻ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇറങ്ങി വന്നിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു നിന്നെ കണ്ടില്ലല്ലോ എന്ന്. അപ്പം ഇവരുണ്ടല്ലോ സാധനങ്ങളൊക്കെ ഒരുമിച്ചാട്ടോ മേടിക്കുന്നത്. അപ്പം ഒരു മാസം വേണ്ട സാധനങ്ങളെല്ലാം ഒരുമിച്ച് ഓർഡർ ചെയ്ത്, അതായത് ലിസ്റ്റ് ഉണ്ടാക്കി ഓർഡർ ചെയ്താൽ മേടിക്കുന്നത്. അപ്പോൾ എല്ലാ മാസവും വരുന്ന ആൾക്കാർ തന്നെയാണ് ഈ മാസവും വന്നേക്കുന്നത്. അതാണ് സച്ചി ചോദിച്ചത് ഞാൻ നിന്നെ കണ്ടില്ലല്ലോ എന്ന്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ സച്ചി സാധനമൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണല്ലോ, ഇത്രയും സാധനം ഞങ്ങളുടെ വീട്ടിലൊക്കെയോ, ഇത് മാറിപ്പോയോ? ഇല്ലെന്നേ, ഇത് മാറിപ്പോയിട്ടൊന്നുമില്ല. ഇത് ഇവിടെ നിന്ന് അയച്ചു തന്ന ലിസ്റ്റിൽ തന്നെ സാധനങ്ങൾ മേടിച്ചതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബില്ല് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു 7500 രൂപയോ? ഇതെന്താ മാറിപ്പോയോ? ഇതെന്താ ഇത്രയും ബില്ല്? അത് ഞാനൊരു കാര്യം പറയട്ടെ, കുറച്ച് സാധനങ്ങൾ കൂടിയിട്ടുണ്ട് സച്ചിയേട്ടാ, അതും കൊണ്ട് അങ്ങനെ തോന്നുന്നത്, എല്ലാ പ്രാവശ്യത്തെ പോലെ അല്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങൾ കൂടിയിട്ടുണ്ടെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോടോ. അതെ, കുറച്ച് സാധനങ്ങൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനല്ല ചന്ദ്രയാണെങ്കിൽ സച്ചിനെ വിളിക്കാൻ കേട്ടോ, അല്ല സച്ചിനല്ല രേവതിനെ വിളിക്കാൻ കേട്ടോ. രേവതി ഇറങ്ങി വന്നേ ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വെച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് രേവതി വന്ന് സാധനം എടുത്തോണ്ട് വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, നിക്ക് ഇതെന്തൊക്കെയാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഇത്രയും സാധനങ്ങൾ ഇതെന്തിനാ ഇവിടെ? അതെന്തിനാ ഇപ്പം സച്ചി നീയൊക്കെ എടുത്തു നോക്കുന്നത്? നിനക്ക് അത് എടുത്ത് നോക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചന്ദ്ര ചോദിച്ചപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, അവൻ കാശ് കൊടുക്കുന്നല്ലേ, അവൻ നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കും വെളിച്ചെണ്ണ 2 കിലോ, ഒലീവെണ്ണ. ഒലീവെണ്ണയോ? ഇതെന്തിനാ? ഇതാർക്കാ ഇത്? ഇതുവരെ ഇതിവിടെ മേടിച്ചിട്ടില്ലല്ലോ. പിന്നെന്തിനാ ഈ ഒലീവെണ്ണ? ഇത് ഈ വീട്ടിൽ ആരാ ഉപയോഗിക്കുന്നത്? അല്ല രവതി, നീ പറഞ്ഞിട്ടാണോ മേടിച്ചത്? അല്ല, ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല, ഞാൻ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ സച്ചേട്ടാ. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, ഇതൊക്കെ ശ്രുതിക്ക് വേണ്ടി മേടിച്ചതാ, ഇപ്പൊ എന്താ പ്രശ്നം? ഇത് സോഡാ കുപ്പിക്ക് വേണ്ടി മേടിച്ചതാണല്ലേ? എന്തിയ സോഡാ കുപ്പി?
സോഡാ കുപ്പി എടാ 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 സോഡാ കുപ്പി എടാ ഇവിടെ വാടാ എടാ ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് അലറി. അപ്പോഴത്തേക്ക് ചന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ അവനെ വിളിക്കുന്നത്? അവൻ വരട്ടെ, അവൻ വിളിക്കുമ്പോൾ അവൻ വരുമ്പോൾ ഞാൻ പറയാം എന്തിനാന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇറങ്ങി വന്നിട്ട്, എന്തിനാടാ നീ ഇങ്ങനെ കിടന്ന് അലറുന്നത്? നിനക്ക് എന്താടാ പ്രശ്നം? അല്ല ഇതെന്താടാ? അല്ല ഇതെന്തൊക്കെയാണെന്ന് നിനക്കറിയില്ലേ? ഇത് എന്നോടാണോ ചോദിക്കുന്നത്? എടാ ശ്രുതി, ഇത് നിന്റെ ഭാര്യ മേടിച്ച സാധനങ്ങളാണ്. നിന്റെ ഭാര്യ ഓർഡർ ഇട്ട സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഒലീവ് ഓയിൽ, അത് നിന്റെ ഭാര്യ ഉപയോഗിക്കുന്നതല്ലേ? ഇതെന്തിനാടാ ഇപ്പൊ ഇവിടെ മേടിച്ചത്? ബാക്കി എന്താണെന്ന് ഞാൻ നോക്കട്ടെ. ഇതെന്താ? അണ്ടിപ്പരിപ്പ്, ബദാം, ഇതൊക്കെ എന്തിനാ കിലോ കണക്കിന് മേടിച്ചത്? ഇതുവരെ ഇവിടെ ഇതൊന്നും മേടിക്കാറില്ലല്ലോ. അത് പിന്നെ ഇതൊക്കെ ശരീരത്തിന് നല്ലതാ. ഇതൊക്കെ കഴിച്ചാലേ നല്ല ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ. ആഹാ, ഇതൊക്കെ കഴിക്കാത്ത ഞങ്ങൾക്ക് എന്താ ആരോഗ്യമില്ലേ? അമ്മ പറഞ്ഞു വരുന്നത് ഞങ്ങളെല്ലാം ഞണ്ണകളാണെന്നോ? ദേ മര്യാദക്കിരുന്നോ? അല്ല അച്ഛന് ഇതൊക്കെ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അമ്മയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതൊക്കെയാണോ? ഞാനൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല മോനെ. അച്ഛൻ പറയുന്നത് കേട്ടല്ലോ. ഇനിയുള്ള ബോക്സിലും എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബോക്സ് ഒക്കെ അഴിച്ച് എല്ലാം ചെക്ക് ചെയ്യുക നമ്മുടെ സച്ചി. അപ്പൊ അതിനകത്ത് കുറെ ഫേസ് വാഷും അതുപോലെ ബോട്ടിലൊക്കെ കണ്ടു. അപ്പൊ ശ്രുതി അവിടെ നിപ്പുണ്ട് കേട്ടോ. ശ്രുതി ആ സമയം വന്നു. അപ്പം സച്ചി ചോദിച്ചു, ഇതെന്തിനാ ഇതൊക്കെ മേടിച്ചത്? അത് പിന്നെ ഇതൊക്കെ ശ്രുതിക്ക് വേണ്ടി മേടിച്ചതാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അത് ശ്രുതിക്ക് വേണ്ടി മേടിച്ചതോ? എന്തിനു ശ്രുതിക്ക് വേണ്ടി മേടിച്ചത്? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഇതൊക്കെ എന്റെ മുഖത്ത് തേക്കാനുള്ള സാധനങ്ങളാ എന്നിങ്ങനെ പറഞ്ഞപ്പം, ഓഹോ, മുഖത്ത് മേടിക്കാനുള്ള സാധനങ്ങളോ, മുഖത്ത് തേക്കാനുള്ള സാധനങ്ങളോ? ഇതിന്റെ വില എന്താ? 1500 രൂപ. ഇതെന്താ? നിന് ബ്യൂട്ടി പാർലറിൽ ഇതൊന്നും ഇല്ലേ? നിനക്ക് അവിടെ പോയി മേടിച്ചാൽ പോരെ? അതൊക്കെ മേക്കപ്പ് അവിടെ പോയി ചെയ്താൽ പോരെ എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിൽ ഇരുന്ന് മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ തന്നെ വേണമെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു. ശ്രുതി പറഞ്ഞപ്പോഴത്തേക്കോ, ആണോ? വീട്ടിൽ ഇരുന്ന് മേക്കപ്പ് ഇടാനാണെങ്കിലേ ഇവളുടെ മുഖം ഇതല്ല, ഇവളുടെ ഒറിജിനൽ മുഖം വേറെയാ. ആ മുഖം മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ മേടിച്ച് വീട്ടിനകത്ത് വെച്ചിട്ട് ഇത് ഉപയോഗിക്കുന്നത്. സച്ചി, അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കട്ടെ, അതിന് നിനക്കെന്താ? അതെ, അതവളുടെ സ്വന്തം പൈസക്ക് മേടിക്കണം, അല്ലെങ്കിൽ നീ മേടിച്ചു കൊടുക്കണം, അല്ലാതെ എന്റെ പൈസക്ക് അല്ല മേടിക്കേണ്ടത്. ഇതൊക്കെ ഞാൻ പൈസ കൊടുക്കേണ്ടതാ. 3500 രൂപ ഈ പ്രാവശ്യം അധികം വന്നിരിക്കുന്നത് ഇവള് കാരണം. ഇവക്ക് എന്താ ഇതിനു മാത്രം ചെലവാ? ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ മേടിക്കുന്നുണ്ട്. 4000 രൂപ എന്റെ കണക്ക്. അതിൽ കൂടുതൽ ചെലവ് വന്നാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ സച്ചി കിടന്ന് വല്ലാത്ത വിഷയം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, നിങ്ങളെതിരെ ഇതിന് മാത്രം വിഷയം ഉണ്ടാക്കുന്നത്? ഈ സാധനങ്ങൾ എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ? അതെ, ഇതുവരെ ഇവിടെ ഉള്ളവരാരും ഇതൊന്നും ഉപയോഗിച്ചല്ല ജീവിച്ചത്. എനിക്കറിയാം. അല്ലെങ്കിൽ എല്ലാ കുടുംബത്തിലും ഒരാൾ കാണും, കാശ് ചെലവാക്കാൻ മാത്രമുള്ള ഒരാൾ. അവരിൽ നിന്ന് ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. ആ അവസ്ഥ എനിക്ക് ഇവിടെ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ, എന്തൊക്കെ കടമുണ്ടെന്ന് അറിയില്ലല്ലോ. എന്നിട്ട് ഈ കുടുംബം ഞാൻ പൊന്നുപോലെ നോക്കുന്നില്ലേ? ഈ കുടുംബത്തിൽ ഞാൻ ചെലവാക്കുന്നില്ലേ? എന്നിട്ട് അതിനൊന്നും ഒരു കൈയും കണക്കുമില്ല. ഞാൻ എന്താ കഴുതയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഏതായാലും ഇതൊക്കെ കേട്ടപ്പോൾ രവീന്ദ്രന് വിഷമമായിട്ടോ. ഈ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അടുത്ത വിശേഷത്തിനായിട്ട്. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.